എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താനായിട്ട് സഹായിക്കുന്നത് നമുക്ക് വായനയിലൂടെയാണ്. സോ എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് വിജയത്തിലേക്ക് നയിച്ച, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള 2-3 ബുക്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നമ്മൾ വിമൻസ് എത്ര മാത്രം പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കരുത്തുണ്ട് എന്ന് വേണം പറയാനായിട്ട്. കരുത്തുള്ളവരാണ് നമ്മൾ. സോ ആ ഒരു കരുത്ത് നമ്മൾ കണ്ടെത്താതെ നമ്മളുടെ ആ ഉള്ളിലെ ആ ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ നമ്മൾ അറിയാതെ പോകുന്നതാണ് നമ്മൾ മിക്കവരിലെയും പരാജയത്തിന് കാരണമാകുന്നത്. സോ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുഞ്ഞുനാൾ മുതലെടുക്കുക. നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലം, അല്ലെങ്കിൽ ഒരു ടീനേജ് കാലത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ബോയ്സിനെ അപേക്ഷിച്ച് ഗേൾസിന് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് സ്കൂളിംഗ് തലം മുതൽ. ഇപ്പോൾ ഉദാഹരണത്തിന് പെൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് സഹനമാണ്. ബസ്സിലൊക്കെ നല്ല തിരക്കുള്ള ബസ്സിലൊക്കെ ഈവനിങ്ങിൽ യാത്ര ചെയ്ത് വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവർ അതിജീവിച്ചിട്ടാണ് അവരുടെ എഡ്യൂക്കേഷണൽ കാലഘട്ടം മുഴുവൻ അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ അങ്ങനെ അവർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അവർ അധ്വാനിച്ചിട്ട് തന്നെയാണ് അവർ പഠിച്ച് വരുന്നത്. അങ്ങനെ അവരുടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞ് ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയായി. കാരണം ഒരു 90% ഓഫ് വിമൻസും ആ ഒരു വിവാഹത്തിന് ശേഷം അവരുടെ പാഷനും അവരുടെ ഒരു ഇഷ്ടങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലി കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ വേണം പറയാൻ, ബലി കഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതായാലും സ്ത്രീകൾക്ക് പ്രസവിക്കാതിരിക്കാനും അമ്മയാവാതിരിക്കാനും സാധിക്കില്ല. സോ അവരുടെ ആ കാലഘട്ടത്തിലെല്ലാം അവരുടെ ആ ടൈം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. സോ അവരുടെ പാഷനെ എല്ലാം അവർ വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചുകൊണ്ട് ഒരു 10-45 വയസ്സാവുന്നത് വരേക്കും അവരുടെ കാലഘട്ടം അവർ കഴിച്ചു കൂട്ടുന്നു. അതിനുശേഷമാണ് എനിക്ക് എന്തെങ്കിലും എൻ്റേതായിട്ട് സമ്പാദിക്കാനായിട്ട് സാധിച്ചോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ അടുത്തേക്ക് ആരെങ്കിലും നീട്ടുമ്പോഴാണ് നമ്മളൊന്നുമല്ല അത് ജീവിച്ചിട്ട് പോയി എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസിന് ഈ ലോകത്തുള്ള സകല സൗഭാഗ്യങ്ങളും നമുക്ക് അനുഭവിക്കുവാനുള്ള യോഗ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു ലൈഫിൽ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കാനും, അതുപോലെ തന്നെ വളരെയധികം ഈ ലോകത്ത് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. അത് കാണുവാൻ, നല്ല ഫുഡ് കഴിക്കാൻ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ട്, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം നമ്മളുടെ ഉള്ളിൽ ഉള്ള സ്ത്രീകൾ അതെല്ലാം മറ്റാർക്കോ വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊണ്ട്, ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമുക്കൊരു അവസരം വരുമ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏതൊരു ക്രിട്ടിക്കൽ ടൈമിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കുക എന്നാണ് എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരികളോട് പറയാനായിട്ടുള്ളത്. സോ ഞാൻ എൻ്റെ ഒരു 3 ബുക്കുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എൻ്റെ ലൈഫിൽ എനിക്ക് വളരെയധികം പ്രചോദനം നൽകിയിട്ടുള്ള 2-3 ബുക്സാണത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കാണ്. ഈ ബുക്ക് ഞാൻ വായിക്കാനിടയായ സാഹചര്യത്തിൽ ഞാൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ എന്ത് ചിന്തയാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ച് നമുക്കതിൻ്റെ റിസൾട്ട് തരുന്നത്. സോ എല്ലാവരും ഈ ഒരു ബുക്ക് വായിച്ചിരിക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. അപ്പോഴാണ് നമ്മളുടെ ഹിഡൻ പൊട്ടൻഷ്യൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ വജ്രത്തിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് നെപ്പോളിയൻ ഹിൽസിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പോവർട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ എപ്പോഴും നമുക്കൊരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുക. ഇതിനകത്ത് ഒരു 10-15 ചാപ്റ്റേഴ്സായിട്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കാര്യമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങളത് വായിക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. നമ്മുടെ ഡിസയറിനെ കുറിച്ച്, നമ്മുടെ ഫെയ്ത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഇമാജിനേഷനെ കുറിച്ച്, ഡിസിഷനെ കുറിച്ച്,
നമ്മുടെ സിക്സ്ത് സെൻസിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ വായിച്ച് അവരുടെ ലൈഫിൽ വളരെയധികം പ്രയോജനം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു ബുക്കാണിത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വായിക്കുക. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ബുക്കായിരിക്കും, പക്ഷെ ഇതുവരെ വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് വായിക്കുക. നമ്മുടെ കയ്യിൽ വരുന്ന ക്യാഷ് എങ്ങനെ നമുക്ക് അത് നല്ല രീതിയിൽ വേണ്ടപ്പെട്ട രീതിയിൽ അതിനെ വിനിയോഗിക്കാം, അതിനെ നമുക്ക് എങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു നല്ലൊരു സമ്പാദ്യം വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനിയും ഒരു അവബോധം ലഭിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുന്ന സമ്പാദ്യത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ ഈ 3 പുസ്തകങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക. കാരണം അത് നമ്മുടെ ലൈഫിൽ വളരെ വലിയ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ. ടേക്ക് കെയർ.